അങ്ങനെ ഇന്ന് നമ്മുടെ ഗോവൻ ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ആണ്. ഓക്കെ, നമ്മൾ കുറേ എൻജോയ് ചെയ്തു. നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുറേ കാര്യങ്ങൾ മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടിയില്ലെന്നൊരു മഴ കിട്ടി, അടിപൊളി മഴ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ ഹിസ്റ്ററി, കുറേ ആക്ടിവിറ്റീസ്, നമുക്ക് കാമായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ, ബീച്ച് ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ അങ്ങനെ കുറേ മിക്സ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ചേർന്ന ഒരു ടൂറിസം സ്ഥലമാണ് ഗോവ. അടിപൊളി ഒരു സ്ഥലമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ ഇന്ന് ഫൗണ്ടൻ ഹൗസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കളേർഡ് ബിൽഡിംഗ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ചർച്ച് കണ്ടത്, അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ചർച്ച്. ഗോവ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഒരു മൂവീസിനൊക്കെ പറ്റിയ ഒരു ഏരിയസാണ്, എപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നേരെ ഫൗണ്ടൻ ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കളേർഡ് ബിൽഡിങ്സ് കാണാൻ വേണ്ടി. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ചെന്നാൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ അവർ അനുവദിക്കത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര പാടാണ്, എങ്ങും നമ്മൾ അവിടെ നിന്നും ഫോട്ടോ എടുക്കാനും ഭയങ്കര പാട്, നമ്മളല്ലാതെ ഷൂട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അല്ലാതെ കണ്ട് ആസ്വദിച്ചു, നേരെ തിരിച്ചു വന്നു. വീണ്ടും ആ പള്ളിയുടെ ഫ്രണ്ടിലൂടെയാണ് വരുന്നത്. ഇത് നമ്മുടെ ബോളിവുഡ് മൂവീസിൻ്റെ കുറേ ഇതുണ്ട്, ആഷിക്കി 2, സിംബ, അങ്ങനെ കുറേ മൂവീസ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. കുറേ മൂവീസ് എടുത്തിട്ടുള്ള ഒരു ഫേമസ് ചർച്ചാണത്. അങ്ങനെ നമ്മളുടെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് ചെറാവോ ഐലൻഡാണ്. ആക്ച്വലി ഇതൊരു പാളിപ്പോയ യാത്രയായിരുന്നു. നമ്മൾ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് ഇതിപ്പോൾ ജങ്കാറിൽ കയറിയിട്ട് നമ്മൾ അപ്പുറത്ത് ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത്. ജങ്കാറിൽ തന്നെ വണ്ടി കൊണ്ടുപോകാം, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അവർ നമ്മളെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് സ്ഥലത്തെത്തിക്കും. എന്നിട്ടാണ് അവിടെ നിന്നാണ് ഐലൻഡിലേക്ക് പോകേണ്ടത്. ലൊക്കേഷനൊക്കെ നോക്കിയത് കറക്റ്റാണ്, പക്ഷേ എവിടെയോ ഒന്ന് പാളിപ്പോയി, ലൊക്കേഷനിലായിരിക്കാം പാളിപ്പോയി. അപ്പോൾ എന്തോ നമുക്ക് എത്താൻ പറ്റും. മാത്രമല്ല നമ്മൾ ഒത്തിരി ഇരുട്ടായി. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് വൈകി. ജങ്കാറുള്ള യാത്ര ഭയങ്കര രസമാണ് കേട്ടോ. വണ്ടിയായിട്ട് അതിൽ ഓടിച്ച് കയറിയിട്ട് അതിലിങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയ ഒരു യാത്രയായിരുന്നു. കാരണം ഈ വണ്ടിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ പോലും, പെട്രോൾ തീരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്റ്റക്കായാൽ പോലും നമ്മൾ പെട്ടുപോകും. കാരണം നമുക്കൊന്നും ചെയ്യാൻ അവിടെ വേറെ വീടുകളും കാര്യമായിട്ടൊന്നും കാണുന്നില്ല, വേറെ വർക്ക്ഷോപ്പോ, അങ്ങനെ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊരു റിസ്കി യാത്രയാണ്. നമ്മൾ ശരിക്കും ലൊക്കേഷൻ അറിയാമെങ്കിൽ മാത്രം നമ്മൾ കൃത്യമായിട്ട് നോക്കി പോവാം. ഇങ്ങനെ ഞങ്ങളവിടെ എത്തിയില്ല, അവിടെ ചെന്നപ്പോൾ അവിടെ ലൊക്കേഷൻ വേറെ ഒന്നും കാണിക്കുന്നില്ല, അവിടെ എൻഡാണ് കാണിക്കുന്നത്. ഞങ്ങളപ്പോൾ നേരെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ആ യാത്ര അങ്ങനെ നടന്നില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ഒരു റിസ്ക് നിങ്ങൾ എടുക്കരുത് നിങ്ങൾ പോകുന്ന സമയത്ത്.